സാധാരണയായിട്ട് ഒരു ട്രാൻസ്ഫർ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം പലപ്പോഴും കേൾക്കുന്നത് റയൽ മാഡ്രിഡിൻ്റെ പേരാണ്. കാരണം എപ്പോഴും എല്ലാ ട്രാൻസ്ഫറിൻ്റെയും ഡോമിനേറ്റ് ചെയ്യുന്ന യൂറോപ്പിലെ വൺ ഓഫ് ദ ക്ലബ്ബ് റയൽ മാഡ്രിഡ് ആയിരുന്നു. നേരെ മറിച്ച് ബാർസ അത്ര ഡോമിനേഷൻ കാണിക്കാതെ ഒരു പീരീഡിൽ വെയിറ്റ് ചെയ്ത് ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു മിഡ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഒന്ന് ആക്റ്റീവായി തുടങ്ങി. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പം കുറച്ച് അധികം സൈനിങ്സ് നടത്തി എൻ്റെ ഒരു രീതിയാണ് ഉണ്ടാവാറ്. നേരെ മറിച്ച് ഈ ഒരു സമ്മർ വിൻഡോയിലേക്ക് വരുമ്പോൾ ഫ്രം ദ ബിഗിനിങ് ഓപ്പണിംഗ് ഡേ മുതൽക്ക് ഡിസ്കഷൻ ഈസ് അറൗണ്ട് ബാർസലോണ. ഒന്ന് അൽവാരസ് ആണ്, അതുപോലെ തന്നെ സെൻട്രൽ ബാക്കിലേക്ക് ബെസ്റ്റോണിയെ കൊണ്ടുവരുന്നു എന്നുള്ള ഡിസ്കഷൻ വരുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ സംവർ ഫ്രം ദ ഹെവൻ അങ്ങനെയാണ് ആൾക്കാരത് കോട്ട് ചെയ്യുന്നത്. എവിടുന്നോ വന്ന് വീഴുന്നു. ഒരു ആൻ്റണി ഗോർഡൻ ബാർസയിൽ ലാൻഡ് ചെയ്യുന്നു, കരാർ ഒപ്പിടുന്നു, ഉടൻ തന്നെ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു സൈനിങ് ഒഫീഷ്യൽ സൈനിങ് ഡിസ്ക്ലോഷർ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സൈനിങ് ആരും പ്രതീക്ഷിക്കാത്ത, എന്നാൽ ആരും പറഞ്ഞു പോലും കേൾക്കാത്തൊരു പേരായിരുന്നു ഗോർഡൻ്റേത്. ഫ്രം ന്യൂകാസിൽ ടു ബാർസലോണ. ഈ ഒരു ട്രാൻസ്ഫർ നമുക്കറിയാം, ലെവൻഡോസ്കി പോയൊരു വോയിഡാണ് ഇപ്പോൾ നിലവിൽ ബാർസലോണയിലുള്ളത്. പക്ഷേ ഗോർഡൻ ഒരിക്കലും ആ ഒരു പ്രൊഫൈൽ മാച്ച് ചെയ്യുന്ന ആളല്ല. അതൊരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു പക്ക ഫിനിഷർ നമ്പർ 9 എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ അല്ല. അപ്പോൾ ഈ ഗോർഡൻ്റെ ഈ വരവ് ബേസിക്കലി എന്തെങ്കിലും അറ്റാക്കിങ്ങിൽ മറ്റൊരു എക്സിറ്റും കൂടി ഹിൻഡ് ചെയ്യുന്നുണ്ടോ ബേസിക്കലി? ആൻ്റണി ഗോർഡൻ ബേസിക്കലി ലെഫ്റ്റ് വിങ്ങർ ആയിട്ടാണ് കളിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്, ഇഫ് മാർക്കസ് റാഷ്ഫോർഡ് എന്ന് പറയുന്ന പ്ലെയറെ പെർമനൻ്റ്ലി സൈൻ ചെയ്യാത്ത ഒരു കേസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ആൻ്റണി ഗോർഡൻ ഇസ് എ ബെറ്റർ ഓപ്ഷൻ ദൻ മാർക്കസ് റാഷ്ഫോർഡ്. കാരണം ആളുടെ അറ്റാക്കിംഗ് കപ്പാസിറ്റി പല ടൈമിലും വി ഹാവ് സീൻ ഇറ്റ്. ഇനിയിപ്പോൾ ന്യൂ കാസിലും ബാഴ്സലോണ മാച്ച് വന്നപ്പോൾ പോലും നമ്മൾ ആൻ്റണി ഗോർഡൻ്റെ ആ ഒരു കപ്പാസിറ്റി നമ്മൾ കണ്ടതാണ്. പക്ഷേ എനിക്കിപ്പോഴും ഡൗട്ട് വരുന്നൊരു സംഭവമാണ്, ലെവൻഡോസ്കി പോയി അപ്പോൾ ആ പൊസിഷനിൽ ആര് ഫില്ല് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് ആൻ്റണി ഗോർഡൻ തന്നിട്ടില്ല. ആൻഡ് ഓൾസോ സെൻറ്റർ ബാക്കിലും നമ്മൾ ബാഴ്സലോണയിൽ നല്ല വോയിഡ് കാണുന്നുണ്ട്. അവിടെ നമുക്കൊരു ഓപ്ഷൻ നമ്മളിപ്പോഴും കാണുന്നില്ല. വെസ്റ്റോണി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ബട്ട് അത് പിന്നെ ഒരു പെട്ടെന്ന് ആ ന്യൂസ് ഇങ്ങനെ ഇല്ലാണ്ടായി പോയ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആൻ്റണി ഗോർഡൻ ആസ് എ പ്ലെയർ ആൻഡ് കാര്യങ്ങൾ, ഹീസ് എ വെരി ഗുഡ് പ്ലെയർ. ബാഴ്സലോണയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ബാഴ്സലോണയ്ക്ക് ഉണ്ടാവും. ബട്ട് ബാഴ്സലോണയുടെ ഏറ്റവും വീക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് നോക്കുമ്പോൾ ആൻ്റണി ഗോർഡന് ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം റഫീന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോർട്ടഡ് ആണ് ആക്ച്വലി ലെഫ്റ്റ് വിങ് നമുക്ക്, ബാഴ്സലോണയ്ക്ക്. പക്ഷേ അതിന് പകരം ഈ ഒരു സ്ട്രൈക്കർ റോളിലോട്ട് ആര് വരും എന്നുള്ളത് ഇപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംഭവം. മോർ ദൻ ദാറ്റ് സ്ട്രൈക്കർ റോളിൽ ഇപ്പം കുറേ റൂമേഴ്സ് ഉണ്ട്, ബട്ട് അതിനേക്കാട്ടിലും ഒക്കെ സെൻറ്റർ ബാക്ക് പൊസിഷനാണ് എപ്പോഴും ബാഴ്സലോണൻ്റെ ആ ഒരു വീക്ക് സോൺ എന്ന് പറയുന്നത്. അപ്പം സ്ട്രൈക്കർ ഓപ്ഷനിലേക്ക് ഹൂലിയൻ അൽവാരസിന്റെ പേരും ഒഷിമാന്റെ പേരുമായിരുന്നു ഒരേപോലെ കേട്ടത്. പക്ഷേ ഒഷിമാന്റെ ഒരു സാലറി ക്യാപ്പ് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ആൾക്ക് ഗലറ്റസറായിൽ കെട്ടിക്കൊണ്ടിരുന്ന എമൗണ്ട് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ബാർസക്ക് പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അൽവാരസ് ആണെങ്കിൽ നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് താൻ ടീം വിടാൻ പോവുകയാണെന്നുള്ള തരത്തിൽ ഹിൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ബാർസലോണയ്ക്കുള്ള ഒരു വരവായിരിക്കും. അപ്പോൾ അൽവാരസിനെ പോലത്തെ ഒരു പ്ലെയറിൻ്റെ പ്രൊഫൈൽ നമുക്കറിയാം. ആളൊരു ചാമ്പ്യൻ പ്ലെയറാണ്. പോകുന്ന ക്ലബ്ബുകളിലൊക്കെ വിൻ ചെയ്ത് ഒരു സക്സസ്ഫുൾ കരിയർ സിറ്റിയിലാണെങ്കിൽ അതേപോലെ തന്നെ നാഷണൽ ടീമിൻ്റെ കൂടെ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള പ്ലെയർ ആയിരുന്നു. ആൾ അത്ലറ്റിക്കോയിൽ വന്നപ്പോൾ ആ ഒരു സ്ട്രീക്ക് എൻഡ് ചെയ്തു. സാധാരണ എവിടെ പോയാലും വിൻ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു, അത് സ്ട്രീക്ക് എൻഡ് ചെയ്തു. പക്ഷേ ഇനി ബാർസലോണയിലേക്ക് വരുമ്പോൾ ബാർസലോണ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് എ ചാമ്പ്യൻ ടീമാണ്, എല്ലാ വർഷവും കിരീടങ്ങൾ നേടുന്ന ഒരു ടീമാണ്. അപ്പം ആളുടെ ഒരു വരവ് ലെവൻഡോസ്കിയുടെ ആ ഒരു വിടവ് നികത്താനുള്ള പ്രൊഫൈലാണോ, അല്ലെങ്കിൽ മീൻസ് അത്രയും ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ലെവൻഡോസ്കി ബാഴ്സലോണയ്ക്ക് വന്ന ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ആൾ ഏജ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആളെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ബാഴ്സലോണയ്ക്ക്, ആളുടെ പ്രോപ്പർ പെർഫോമൻസ് പലപ്പോഴും ബാഴ്സലോണയിൽ വന്നിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലെവൻഡോസ്കി തരുന്നൊരു പൊസിഷനിങ് ഉണ്ട്. അതിനി എന്തും ആയിക്കോട്ടെ, ആ ഒരു സ്ട്രൈക്കർ റോളിൽ കറക്റ്റായിട്ട് ലെവൻഡോസ്കി ബാഴ്സലോണയ്ക്ക് ഫിറ്റായിരുന്നു. പക്ഷേ ഈ ഇഞ്ചുറി അങ്ങനത്തെ കാരണങ്ങളൊക്കെ മൂലം പെർഫോമൻസ് പലപ്പോഴും ഡിപ്പായിട്ടുണ്ട്. ആൽവാരസ് വരുമ്പം ബാഴ്സലോണയ്ക്ക് കിട്ടാൻ പോകുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. ആളെ പ്രോപ്പർ നമ്പർ 9 കളിപ്പിക്കണോ, നമുക്ക് കളിപ്പിക്കാൻ പറ്റും. ഒരു ഫോൾസ് 9 പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റും. ലിങ്ക് പ്ലേക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഹി ക്യാൻ ബി യൂസ് ഫോർ ദാറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തരത്തിൽ കളിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ് ഹൂലിയൻ ആൽവാരസ്. ആൻഡ് ഒരു മിഡ് സീസണൊക്കെ ആയപ്പോൾ തന്നെ ആളുകൾ ഹൂലിയൻ ആൽവാരസ് ബാഴ്സലോണയ്ക്ക് വരണം എന്നുള്ള ഒരു ടോക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏത് രീതിയിലും ഇനിയിപ്പം മിഡ്ഫീൽഡിൽ ഇറങ്ങി കളിക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലേ മേക്കിങ്ങിലും ഹൂലിയൻ ആൽവാരസ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ ഫോർ ബാഴ്സലോണ. അപ്പോൾ എന്തുകൊണ്ടും
ഫ്ലിക്കിൻ്റെ അണ്ടറിൽ വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഹൂലിയൻ ആൽവാരസ്. അപ്പോൾ ബാർസലോണയിലേക്ക് ഹൂലിയൻ ആൽവാരസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നതാണ് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ നമുക്കിപ്പോൾ ഇല്ല. ഈവൻ ഫെറാൻ ടോറസ് ഒരുപാട് ചാൻസസ് മിസ്സാക്കുന്നുണ്ട്. ആൻഡ് ലെവൻഡോസ്കി ആണെങ്കിലും പെർഫോമൻസിൻ്റെ ഡിപ്പ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫിറ്റായിട്ടുള്ള പ്ലെയറാണ്, നല്ല രീതിയിൽ ഫിറ്റായിട്ടുള്ള പ്ലെയറാണ് ഹൂലിയൻ ആൽവാരസ്. അത്രയൊന്നും ഇഞ്ചറി പ്രോൺ അല്ലാത്ത പ്ലെയറാണ്. അപ്പോൾ ആൽവാരസ് വരുമ്പോൾ ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഇനി വരുന്ന ഈ ഒരു നോക്കൗട്ട് കോമ്പറ്റീഷൻസിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സീസണിൽ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോസ് എടുത്ത് നോക്കുമ്പോൾ ബാർസയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് അറ്റാക്കിംഗ് സൈഡിലാണ്. ഇപ്പോൾ ഡാനി ഓൾമോയെ കൊണ്ടുവരുന്നു, ലെവൻഡോസ്കിയെ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ റൂണി ബാഡ്ജി, അതുപോലത്തെ ഒരുപാട് പ്ലെയേഴ്സിനെ ഫ്രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ബാർസ പലപ്പോഴും ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഡിഫൻസിനെ കീപ്പ് ചെയ്യുന്നത് ലാമാസിയ ടാലൻസിനെ വെച്ചിട്ടാണ്. പൗ കുബാർസി, ബാൾഡെ, ജെറാഡ് മാർട്ടിൻ, ഹെക്ടർ ഫോർട്ട് പോലത്തെ പല പ്ലെയേഴ്സും പല കാലങ്ങളായിട്ട് വന്ന് കളിച്ചു പോയി എന്ന് അപ്പം ഈ ഒരു രീതി, അതായത് ഡിഫൻസിൽ കാര്യമായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്ത ഈ ഒരു രീതി അടുത്ത സീസണും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാർസക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ സീസൺ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു സെൻറ്റർ ബാക്ക്, കഴിഞ്ഞ വർഷം നമുക്കൊരു ഇനിഗോ മാർട്ടിനസ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ആളുടെ ഒരു സോളിഡ് ഒരു കമാൻഡിങ് പവർ, ഗൈഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഡിഫൻസീവ് ലൈന്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടും ചെയ്തതാണ്. പക്ഷേ ഇപ്പം അതുപോലത്തെ ഒരു പ്ലെയർ ഇല്ല. കൗണ്ടേ പോലത്തെ എക്സ്പീരിയൻസ്ഡ് പ്ലെയറുടെ ടീമിലുണ്ട്. എറിക് ഗാർഷ്യ വർഷങ്ങളായിട്ട് കളിക്കുന്ന, മീൻസ് ചെറിയ പ്രായമാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. പക്ഷേ റൊണാൾഡോ അരോഹോ ഈ താരങ്ങൾക്കൊന്നും ഇനിഗോ മാർട്ടിനസ് ചെയ്ത പോലെ ആ ഒരു ഡിഫൻസീവ് ലൈന് മൊത്തത്തിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ബസ്റ്റോണിയെ പോലത്തെ അല്ലെങ്കിൽ സോക്കോൾഡ് ഒരു എക്സ്പീരിയൻസ് കമാൻഡിങ് പവറുള്ള ഒരു താരം വരൽ നിർബന്ധമല്ലേ ഈ ഒരു സ്ക്വാഡിലേക്ക്? ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്ന ബസ്റ്റോണി എന്തായാലും ബാർസലോണയ്ക്ക് വരും, അല്ലെങ്കിൽ വേറൊരു പൊസിഷനിൽ ട്രൈ ചെയ്യുന്നതിന് പകരം ബാർസലോണ ഈ ഒരു ട്രാൻസ്ഫറിൽ ബസ്റ്റോണിയെ കൊണ്ടുവന്ന് ആ ഒരു സോണ് സ്റ്റേബിളാക്കും എന്നതാണ് പ്രതീക്ഷയുള്ളത്. കാരണം അറ്റാക്കിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിങ്ങിൽ എന്തെങ്കിലും ഫോൾട്ട് ബാർസലോണയ്ക്ക് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആ സൈഡ് ബാർസലോണ എപ്പോഴും ഓക്കെയാണ്. ഏത് ലൂസിങ് മാച്ചിലാണെങ്കിലും അവർ അറ്റാക്ക് ചെയ്ത് കളിക്കലുണ്ട്. ബട്ട് കൺവേർഷൻ ഈ പറയുന്ന പോലെ ആ ഒരു സ്ട്രൈക്കിംഗ് സോണിൽ എവിടേക്കോ ഇത് വരാറുണ്ടെങ്കിലും അതുപോലും ഈ ഒരു വിങ്ങേഴ്സ് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ബാർസലോണ പല മാച്ചുകളും കളിക്കാറുള്ളത്. പക്ഷേ എപ്പോഴും പോകുന്ന സോണാണ് ഡിഫൻസ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ സീസണ് ഇന്റർ മിലാനെതിരെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് ഗെയിംസ് ബാർസലോണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. ആ ഒരു ഡിഫെൻഡിങ് സോണിലോട്ട് വരുമ്പോൾ, ഒരു ഡിഫെൻസീവ് സോണിലോട്ട് വരുമ്പോൾ ബാർസലോണയ്ക്ക് അത് പലപ്പോഴും ഫ്ലിക്കിൻ്റെ ആ ഒരു ടാക്ടിക്സ്, ആ ഒരു ഹൈലൈൻ സ്ട്രാറ്റജിയിൽ പലപ്പോഴും പ്ലെയേഴ്സിന് എത്താൻ പറ്റുന്നില്ല. അത് നിൽക്കുമ്പോഴാണ് ഇനിഗോ മാർട്ടിനസ് ആൻഡ് പൗ കുബാർസി കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ലൊരു ആ ഒരു കോംബോ ബിൽഡ് ചെയ്ത് വരുന്ന ടൈമിലാണ് പെട്ടെന്ന് ഇനിഗോ മാർട്ടിനസിൻ്റെ എക്സിറ്റ് നമ്മൾ കേൾക്കുന്നത്. ആ കേൾക്കുന്ന ടൈമിൽ പിന്നെ അവിടെ പല പ്ലെയേഴ്സിനെ ട്രൈ ചെയ്ത്, എറിക് ഗാർഷ്യനെ ട്രൈ ചെയ്ത്, അറാഹോ പലപ്പോഴും പെർഫോമിംഗ് അല്ല. അങ്ങനെയാണ് ജെറാഡ് മാർട്ടിൻ ആ റോളിലോട്ട് കൊണ്ടുവരുന്നത്. ആ റോളിലോട്ട് കൊണ്ടുവരുമ്പോൾ ജെറാഡ് മാർട്ടിൻ ആസ് എ പ്ലെയർ ഡിഫെൻഡിങ് കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിലും ആളുടെ വിഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർട്ടിങ് സീസൺ 2 ഇപ്പോൾ ഈ എൻഡിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ലൈൻ ബ്രേക്കിംഗ് പാസസും കാര്യങ്ങളും ജെറാഡ് മാർട്ടിന് ഫോർവേഡിലോട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം, ആ ഒരു ഡിഫെൻഡിങ് കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറാണ് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ബാർസലോണയിൽ വേണ്ടത്. ഇപ്പോൾ ബസ്റ്റോണി വരികയാണെന്നുണ്ടെങ്കിൽ ബസ്റ്റോണിയുടെ പേസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു ഡിഫെൻസീവ് സോണിനെ കമാൻഡ് ചെയ്യാനും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. ഇന്റർ മിലാനിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. അപ്പോൾ ആൾ ഈ ഒരു ബാർസലോണയിലേക്ക് വരുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫെൻസീവ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻഡറിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണല്ലോ, ആ കപ്പാസിറ്റിയിൽ ഏറ്റവും അടിപൊളിയായി നിൽക്കുന്ന ഒരു പ്ലെയറാണ് ബസ്റ്റോണി. ആൻഡ് ഓൾസോ ഒരു ബോൾ ക്യാരിങ് ഡിഫൻഡറും കൂടിയാണ് ബസ്റ്റോണി. അപ്പോൾ എന്തുകൊണ്ടും ഫ്ലിക്കിൻ്റെ ആ ഒരു ടാക്ടിക്സ് നമുക്കറിയില്ല, കോച്ചിനാണ് ഏറ്റവും കൂടുതൽ അറിയാം. നമ്മൾ ഈ ആസ് എ ലേമാൻ പറയുന്ന കാര്യമാണ് ഇതൊക്കെ. ഒരു കോച്ചിൻ്റെ അണ്ടറിൽ മിക്കവാറും കളിക്കാൻ പറ്റുന്നൊരു പ്ലെയർ ആയിട്ടായിരുന്നു അലസാൻഡ്രോ ബസ്റ്റോണി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ വരുന്നില്ല. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഡിഫെൻസീവ് സോണിൽ എന്ത് സംഭവിക്കും, ലൈക്ക് ഇനി വരുന്ന നോക്കൗട്ട് ഗെയിംസ്, ലാലിഗ മേ ബി ബാർസലോണ ഇപ്പം റയൽ മാഡ്രിഡിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. നെക്സ്റ്റ് സീസണിൽ റയൽ മാഡ്രിഡ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ലാലിഗയിൽ മേ ബി വീണ്ടും ബാർസലോണ ഇങ്ങനെ ജയിച്ചേക്കാം. പക്ഷെ ബാർസലോണയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവർ കുറേ വർഷങ്ങളായിട്ട് കിട്ടാത്ത ഒരു 11 വർഷമായി ഇപ്പം ആ ഒരു ചാമ്പ്യൻസ് ലീഗിലോട്ട് അവർ എത്തിയിട്ടില്ല. ആ ഒരു ട്രോഫി അവർ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ നോക്കൗട്ട് ഗെയിംസ് വരുമ്പോൾ ഒബ്വിയസ്ലി ഡിഫൻസ് സോണ് ഭയങ്കരമായിട്ട് സോളിഡ് ആയിരിക്കണം, കോൺക്രീറ്റ് ആയിരിക്കണം. അത് ബാർസലോണ എങ്ങനെ ഇനി വരുന്ന സീസണിൽ അവർ അതിനെങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ബാർസലോണ കഴിഞ്ഞ് റയലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ട്രാൻസ്ഫർ വിൻഡോയിലും നമ്മൾ പല പ്ലേയേഴ്സിനെയും, പല വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിനെയും റയൽ മാഡ്രിഡ് ലിങ്ക് ചെയ്ത് കേൾക്കാറുണ്ട്.
പക്ഷെ അടുത്തിടെ കുറച്ച് കാലമായിട്ട് ആ ഒരു ഡോമിനൻസ് റയലിന് കാണിക്കാൻ പറ്റുന്നില്ല. ഫ്രീ ട്രാൻസ്ഫറുകളെ തേടി പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റഡാർ FC എന്നൊരു വിളിപ്പേരുണ്ടായിരുന്നു റയലിൽ. കാരണം ഏതൊരു പ്ലെയറിന്റെ പേരും റഡാറിലുണ്ടാവും, പക്ഷെ ആ പ്ലെയറിനെ വേറെ ഏതെങ്കിലും ടീം കൊണ്ടുപോകും. ഈ ഒരു രീതി പലപ്പോഴായിട്ട് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ, ഒരുപാട് ട്രാൻസ്ഫേഴ്സ് അങ്ങനെ കാണാറുണ്ട്. പിന്നെ ഫ്രീ ട്രാൻസ്ഫർ FC എന്നൊരു പേരായിരുന്നു. കാരണം ഫ്രീ ട്രാൻസ്ഫറുകൾ മാത്രം, എംബാപ്പയെ പോലെ, അർണോൾഡിനെ പോലെ ഫ്രീ ട്രാൻസ്ഫറിൽ പ്ലെയേഴ്സിനെ ടീമിൽ എത്തിക്കുന്ന ഒരു രീതി വന്നു. ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും നടത്താതെ ഒരു പതിയെ സ്ലോ ആയിട്ടുള്ള റീബിൽഡിങ്. സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടുള്ള റീബിൽഡിങ്ങിന് പകരം ഭയങ്കര അലസമായിട്ട് ഒരു താല്പര്യക്കുറവോട് കൂടി അപ്രോച്ച് ചെയ്യുന്ന രീതി കണ്ടു. അപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ വന്നു. ഫ്ലോറന്റീനോ പെരസ് ഒരു പത്രസമ്മേളനം വെല്ലുവിളിക്കുന്നു. 2029 വരെ നിലവിൽ അദ്ദേഹത്തിന് പ്രസിഡൻസി ഉണ്ടെങ്കിലും പുതിയൊരു ഇലക്ഷനെ താൻ തയ്യാറാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ എന്നൊക്കെ പറഞ്ഞൊരു വെല്ലുവിളി നടത്തുന്നു. പക്ഷേ ഇതുവരെ കാണാത്തൊരു അറ്റ്മോസ്ഫിയർ, ഇതുവരെ കഴിഞ്ഞൊരു 4 ടേം, അതായത് ഒരു 16 വർഷത്തോളം പെരസിനെതിരെ ഒരു വെല്ലുവിളി വരാത്ത പ്രസിഡൻസി ഇലക്ഷന് പുതിയൊരു കാൻഡിഡേറ്റ് വരികയാണ്. അയാളുടെ കാൻഡിഡേറ്റ്ഷിപ്പ് അപ്രൂവ് ചെയ്യപ്പെടുകയാണ്. 7-ാം തീയതി അവർ തമ്മിലുള്ള ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേജിൽ റയൽ മാഡ്രിഡ് നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈനിങ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പുതിയ വരുന്ന പ്രസിഡന്റിന് താല്പര്യപ്പെടുന്ന, അയാൾ കൊണ്ടുവരുന്ന പരിശീലകന് താല്പര്യപ്പെടുന്ന, അയാളുടെയൊക്കെ ടാക്ടിക്സിന്, അയാളുടെ താല്പര്യങ്ങൾക്കും ഫണ്ടിനൊക്കെ അനുസരിച്ച് ഒത്തുപോകുന്ന ഒരു സൈനിങ് നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കോ സെനസി എന്നുള്ള അർജന്റീൻ ഡിഫൻഡർ റയൽ മാഡ്രിഡുമായിട്ട് കഴിഞ്ഞ 2 ട്രാൻസ്ഫർ വിൻഡോയിൽ പറഞ്ഞു കേട്ടിരുന്ന പേരാണ്. ജനുവരിയിൽ ഒരു പ്രോപ്പർ സെൻട്രൽ ബാക്കിനെ റയലിന് വേണമെന്നുള്ള സമയത്ത് പറഞ്ഞു കേട്ടൊരു പേരാണ്. പക്ഷേ ആൾ ഫ്രീ ട്രാൻസ്ഫറിൽ ടോട്ടനം ഹോട്ട്സ്പർ തിരഞ്ഞെടുത്ത് പോവുകയാണ്. അപ്പം ടോട്ടനമിനെ പോലെ ഒരു സോക്കോൾഡ് ഒരു ഡിപ്പിൽ നിൽക്കുന്ന ടീമിനെ ആൾ തിരഞ്ഞെടുക്കുന്നു. റയൽ മാഡ്രിഡിന് ആ ഒരു ട്രാൻസ്ഫർ പോലും അക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു റയൽ മാഡ്രിഡിൻ്റെ വീക്ക്നെസ് എവിടെയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം പുതിയ വന്ന പരിശീലകൻ, അല്ലെങ്കിൽ പുതിയ ഇലക്ഷന് വന്ന കാൻഡിഡേറ്റ്, അതായത് എൻറിക്കോ റിക്കൽമി പറയുന്നത്, ഹോസെ മൗറീനിയോ എൻ്റെ പ്ലാനിലുള്ള പരിശീലകനല്ല, ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് റയൽ മാഡ്രിഡിൽ പരിശീലിപ്പിച്ചിട്ടില്ലാത്ത എന്നാൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു പരിശീലകനെ കൊണ്ടുവരുമെന്നുള്ളതാണ്. അതൊരു ഡിലേമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പെരസ് വന്നു കഴിഞ്ഞാൽ മൗറീനിയോ ഉണ്ടാവും, പെരസ് വന്നിട്ടില്ലെങ്കിൽ ആര് ഫ്രം സ്ക്രാച്ച് റയൽ സ്റ്റാർട്ട് ചെയ്യണം. ക്ലോപ്പിനെ പോലത്തെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ഇപ്പം ഗ്ലാസ്നറിനെ പോലത്തെ, ഇരിയോളെ പോലത്തെ ഒരുപാട് പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതിൻ്റെ അപ്പുറത്ത് റയൽ മാഡ്രിഡ് ഇപ്പോൾ ആ ഒരു നിൽക്കുന്ന ഡിലേമയുണ്ട്. ഈ ഡിലേമ ശരിക്കും ബാർസലോണക്ക് ഭയങ്കര അഡ്വാൻറ്റേജാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് ഓൾറെഡി സോളിഡ് ആയിട്ടൊരു പ്ലാൻ ഉണ്ട്. ആരൊക്കെ പ്ലെയേഴ്സ് ഉണ്ട് കയ്യിൽ, ഒരു പരിശീലകനുണ്ട്, നല്ലൊരു മാനേജ്മെൻറ്റ് ബോഡിയുണ്ട്. ഇപ്പം മുമ്പ് റയൽ അനുഭവിച്ചിരുന്ന ഒരു ഈസിനെസ് ബാർസ അനുഭവിച്ചൊരു ക്രൈസിസിൽ റയൽ നിൽക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ റയലിനൊരു ഓവർകം ചെയ്യാൻ സാധ്യതകളുണ്ടോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, റിയൽ മാഡ്രിഡ് എന്താവും എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ പെരസ് ഈ ഒരു എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ബാഴ്സലോണ ക്യാൻ അഗെയിൻ വിൻ ലാ ലീഗ, അതിൽ ബാഴ്സലോണ സേഫാണ്. ഈ ഒരു കണ്ടീഷനിൽ റയൽ മാഡ്രിഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന് എപ്പോഴും വേണ്ടത്, എല്ലാവരും പറയുന്ന കാര്യമാണ്, അവരെ പ്ലെയേഴ്സിൻ്റെ ഈഗോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കോച്ച്. അപ്പോൾ ഞാൻ ഫേവർ ചെയ്യുന്നൊരു സൈഡെന്ന് പറയുന്നത് ഹോസെ മൊറീനോ എന്ന് പറയുന്ന കോച്ച് വരണം എന്നുള്ളതാണ്. കാരണം ഹോസെ മൊറീനോ റയൽ മാഡ്രിഡിൽ വന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ്. ഐ തിങ്ക് 3 ട്രോഫീസ് റയൽ മാഡ്രിഡിൻ്റെ കൂടെ, ചാമ്പ്യൻസ് ലീഗ് ഇല്ല, ഐ മീൻ ലാ ലീഗ, അതെ 100 പോയിൻറ്റ്സ് ആ ഒരു സംഭവം കൂടെ ഹോസെ മൊറീനോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോച്ചാണ് ഹോസെ മൊറീനോ. അപ്പോൾ ലാ ലീഗ എന്നുള്ള സംഭവത്തിൽ ഹോസെ മൊറീനോ പ്രൂവണാണ്. അപ്പോൾ ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് കാര്യങ്ങൾക്കൊക്കെ അപ്പുറം ആ ലാ ലീഗ ടൈറ്റിൽ എങ്ങനെ അവർ വീണ്ടും ആ ഒരു ഗ്ലോറി ടൈമിലോട്ട് തിരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ മൊറീനോ വന്നു കഴിയുമ്പം ഇപ്പോൾ ഈ ഡ്രസ്സിങ് റൂമിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് പ്രശ്നങ്ങൾ ബിറ്റ്വീൻ വാൽവേഡെ, ഷോമെനി, കരേറാസ്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ആൻ്റണിയോ റൂഡിഗർ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പലപ്പോഴും അതിൻ്റെ ഒരു പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഹോസെ മൊറീനോ പോലത്തെ ഒരു കോച്ചാണ്. മേ ബി മൊറീനോ എത്രത്തോളം ആ ഒരു വിന്നിങ്ങിലോട്ട് ടീമിനെ എത്തിക്കും എന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പോൾ പല ആളുകളും പറയുന്നതാണ് ആളുടെ ടാക്റ്റിക്കൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ആളുടെ ഫോം ഭയങ്കര ഡിപ്പായി വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അന്നും ഹോസെ മൊറീനോ ആസ് എ മാനേജറാണ് ആ ഒരു വിന്നിങ് കണ്ടെത്തിയിട്ടുള്ളത്. കോച്ച് എന്നുള്ള നിലക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട്, പല ക്ലബിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് എ മാനേജർ അതിനേക്കാളും പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം
പല പ്ലെയേഴ്സിനെയും അവരുടെ ആ ഒരു ആ ഒരു പ്ലേസിൽ നിർത്തി ടീമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഐ തിങ്ക് ഹോസെ മൊറീനോ ഹാസ്. അപ്പോൾ ഹോസെ മൊറീനോ പെരസ് ഈ ഒരു പ്രസിഡൻസി ഇലക്ഷൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസെ മൊറീനോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഹോസെ മൊറീനോ വരും എന്നുള്ള ഒരു ധാരണയിൽ റയൽ മാഡ്രിഡ് എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ പെരസ് ഈ ഒരു 7th ഇലക്ഷൻ നടക്കുമ്പോൾ പെരസ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസെ മൊറീനോ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി എൻ അഡ്വാൻറ്റേജ് ഫോർ റയൽ മാഡ്രിഡ് അറ്റ്ലീസ്റ്റ് ടു കൺട്രോൾ ദെയർ പ്ലേയേഴ്സ്. ഇപ്പോൾ പ്ലെയർ കൺട്രോളിങ്ങിൻ്റെ കേസിൽ മൗറീനിയോ ഒരു ബ്രില്യൻ്റ് ആണെന്നുള്ളത് തെളിയിക്കാനും ആളുടെ ഒരു ഇന്റർ മിലാനിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. കാരണം മരിയോ ബെലോട്ടെലിയും ഇബ്രാഹിമോവിച്ചിനെയും ഒരുമിച്ച് മെരുക്കി ഒരു ടീമിൽ കളിപ്പിച്ച പരിശീലകനാണ്. ആൻഡ് അവിടെ ഒരു ട്രിബിൾ അടക്കം ആൾ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു മാനേജ്മെൻറ്റിൽ മൗറീനിയോ ഒരു പക്കയാണെന്നുള്ളത് റയലിൻ്റെ ഫാൻസിനും അല്ലെങ്കിൽ പൊതുവിൽ എല്ലാവർക്കും ഇടയിൽ ചർച്ചാ വിഷയമാണ്. പക്ഷേ അവിടെയും ഡിസ്കഷൻ ടോപ്പിക് ആവുന്നത് മൗറീനിയോയുടെ ടാക്ടിക്സ് ആണ്. കാരണം മൗറീനിയോ റയൽ മാഡ്രിഡ് വിടുന്നത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് അന്ന് ആൾ വിട്ടതിന് ശേഷം പിന്നീട് ആൾ ലാലിഗയിലേക്ക് വന്നിട്ടില്ല. 10 വർഷം മുമ്പുള്ള ലാലിഗ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡും ബാർസലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും കളിക്കുന്നു. ഇവർ തമ്മിൽ ടോപ്പ് 3 പൊസിഷൻ സ്വിച്ച് ചെയ്ത് കളിക്കുന്നു. ആ ഒരു രീതിയിലായിരുന്നു അന്നത്തെ ലാലിഗ എന്നുണ്ട്. ഇപ്പോൾ ടീമുകൾ മാറി, പല ടീമുകൾക്കും നല്ല പരിശീലകർ വന്നു, നല്ല താരങ്ങൾ വന്നു. എല്ലാവരുടെയും റവന്യൂ ഇൻകം ഒക്കെ ജനറേറ്റ് ആവുന്നതനുസരിച്ച് ടീമുകളുടെ സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത്ത് മാറി തുടങ്ങി. ഇപ്പോൾ ഈക്വൽ കോമ്പറ്റൻസ് ആണ്. ഈച്ച് ആൻഡ് എവരി ടീം തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് പ്രീമിയർ ലീഗിൽ പറയും 20 ടീമുകളും ചാമ്പ്യൻ ആവാൻ സാധ്യതയുള്ള ഒരു ലീഗ് എന്ന്. ഇവിടെ 20 ടീമുകൾ നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല, ഒരു ടോപ്പ് 10 ടീമുകൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയോട് കളിക്കുന്ന ഒരു ലീഗായി മാറുന്നുണ്ട്. അപ്പം അവിടെ മൗറീനിയോ വരുമ്പോൾ മൗറീനിയോക്ക് ആ പഴയ ടാക്ടിക്സും പഴയ രീതികളും പോരാ. നമ്മൾ കാണാറുണ്ട് മൗറീനിയോ ഒരു ബസ് പാർക്കിംഗ് ഒക്കെ പലപ്പോഴും എടുക്കാറുണ്ടായിരുന്നു. അതായത് ഒരു വിന്നിങ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫെൻസീവ് ഭയങ്കര ലോ ബ്ലോക്ക് കളിച്ച് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഉഴപ്പൻ രീതിയിലൊക്കെ കളിക്കുന്നത്. ആ ഒരു രീതിയൊക്കെ ഇപ്പോഴത്തെ ലാലിഗയിൽ ബേസിക്കലി പോസിബിൾ അല്ലല്ലോ. കാരണം ആൾ ബെസിക്താസിൽ ഇപ്പം നമുക്കറിയാം ആൾ റോമ കഴിഞ്ഞ് ബെസിക്താസിലേക്കാണ് പോകുന്നത്, തുർക്കിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ആൾ അവിടുന്ന് സാക്ക് ചെയ്യപ്പെടുകയാണ്, അതും വളരെ ചെറിയൊരു ടൈം പീരീഡിൽ. സാധാരണ മൗറീനിയോക്ക് അത്ര ഷോർട്ട് സ്റ്റിങ്സ് കുറവാണ്. എവിടെ ടീമിൽ പോയാലും ഒരു സീസൺ 2 സീസണെങ്കിലും കഴിഞ്ഞ് അത്യാവശ്യം നല്ലൊരു സ്റ്റേജിലെത്തി പിന്നെ ഒരു ഡിപ്പ് വരുമ്പോഴാണ് ആൾ പുറത്താക്കാറ്. പക്ഷേ ബെസിക്താസിൽ വളരെ പെട്ടെന്നായിരുന്നു ഒരു ഷോർട്ട് സ്റ്റിങ്സിൽ ആളെ പുറത്താക്കുന്നു. പിന്നെ ബെൻഫീക്കയിലേക്ക് പോകുന്നു, ബെൻഫീക്കയുമായി റയൽ കളിക്കുമ്പോൾ റയൽ തോൽക്കുന്നു, പിന്നീട് റയൽ ജയിക്കുന്നു. പക്ഷേ ആളുടെ ഒരു ടാക്ടിക്സ് ബെൻഫിക്കയിൽ അല്ലെങ്കിൽ പോർച്ചുഗൽ പരീക്ഷിച്ച പോലെ, റോമയിൽ ഇറ്റലിയിൽ പരീക്ഷിച്ച പോലെ, ബെസിക്താസിൻ്റെ കൂടെ തുർക്കിയിൽ പരീക്ഷിച്ച പോലെ ആ ഒരു രീതിയുമായി ലാലിഗയിലേക്ക് വരുമ്പോൾ, ഇപ്പോഴത്തെ ലാലിഗയിലേക്ക് വരുമ്പോൾ അയാൾക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹോസെ മൊറീനോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലിഗയും അന്നത്തെ ലാലിഗ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ലാലിഗ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ഐ ബിലീവ് ലൈക്ക് ഹോസെ മൊറീനോ ക്യാൻ ഡു ഇറ്റ്. ഒന്നും കൂടെ അഡാപ്റ്റേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു കോച്ചാണ് ഹോസെ മൊറീനോ. ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്പ് ആൾക്ക് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ AS റോമയിലായാലും ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ഗിവൺ ഹിസ് ബെസ്റ്റ് ഇൻ AS റോമ. ഇനിയിപ്പോൾ ബെസിക്താസിലാണെങ്കിലും ആളുടെ ആ ഒരു ബെസ്റ്റ് കൊടുത്തിട്ടില്ല, പിന്നെ ആളെ പുറത്താക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അതും തുർക്കി അങ്ങനത്തെ ഒരു ലീഗിൽ. പക്ഷേ ഇപ്പോൾ ബെനിഫിക്കയിലോട്ട് തിരിച്ചു വന്നപ്പോൾ ആക്ച്വലി അവർ ഇൻവിൻസിബിൾസ് ആണല്ലോ. ഈവൻ ദോ അവർ വിജയിച്ചിട്ടില്ലെങ്കിലും ദേ ആർ ഇൻവിൻസിബിൾസ്. ഒരു മാച്ച് പോലും മൊറീനോ ബെനിഫിക്കയിൽ പരാജയപ്പെട്ടിട്ടില്ല. ആൻഡ് റയൽ മാഡ്രിഡിൻ്റെ കൂടെ വരുമ്പോഴും അവർ ലീഗിൽ നിന്ന് പുറത്താവും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് അവർ ആ ഒരു വിക്ടറി, ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഡിസിഷനാണ് ഗോൾ കീപ്പറിനോട് വരാൻ പറയുന്നതും. അങ്ങനത്തെ ഭയങ്കര നമ്മൾ പലപ്പോഴും മൊറീനോയെ സ്പെഷ്യൽ വൺ എന്ന് വിളിക്കുമ്പോഴും പല സ്പെഷ്യൽ മൂമെൻറ്റ്സിലും സ്പെഷ്യൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരു കോച്ചാണ് ഹോസെ മൊറീനോ. അപ്പോൾ ഹോസെ മൊറീനോ ലാലിഗയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹി നോസ് ഹൗ റയൽ മാഡ്രിഡ് ഇസ്. കാരണം മോർ ദൻ ലാലിഗയിലെ മറ്റ് ടീമിനേറ്റ് എങ്ങനെ പോവും കാര്യങ്ങളൊക്കെ ഇതിനെക്കാട്ടിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ആ ടീം എന്താണെന്നുള്ളത് കോച്ചായിട്ട് മൊറീനോക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഷാബി അലോൺസോ വന്നിട്ടുണ്ട്. ഷാബി അലോൺസോ ആസ് എ പ്ലെയർ എക്സ്പീരിയൻസ് ചെയ്ത് ഹി ഓൾസോ ലൈക്ക് റയൽ മാഡ്രിഡ് എന്താ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഷാബി അലോൺസോക്ക് അറിയാം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ആബലോ ആണെങ്കിലും ഹി ഓൾസോ നോ വാട്ട് റയൽ മാഡ്രിഡ് ഇസ്. പക്ഷേ ആസ് എ കോച്ച് റയൽ മാഡ്രിഡ് എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പാസ്റ്റിൽ വന്ന കുറച്ച് ആളുകളെക്കാളും ഏറ്റവും കൂടുതൽ അറിയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഹോസെ മൊറീനോ. അപ്പോൾ പിന്നെ ഒന്നും കൂടെ പ്ലെയേഴ്സ് റെസ്പെക്റ്റ് കൊടുക്കാൻ ചാൻസ് ഉള്ള ഒരു കോച്ചും കൂടെയാണ്. ഹീസ് എ സീനിയർ വൺ, ഏജ് കൊണ്ടും മറ്റൊന്നുകൊണ്ടും ഹോസെ മൊറീനോ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ള നിലക്കൊക്കെ പ്ലെയേഴ്സ് ഒന്നുകൂടെ റെസ്പെക്റ്റ് കൊടുക്കാൻ ചാൻസ് ഉള്ളൊരു കോച്ചാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് റയൽ മാഡ്രിഡിൽ എന്താണെന്ന് വെച്ചാൽ കോച്ച് പറയുന്നത് കേൾക്കുക, ആ ഡ്രസ്സിംഗ് റൂം ഇഷ്യൂസ് സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് വാട്ട് എവർ ടാക്ടിക്സ് ഹോസെ മൊറീനോ ഹാസ് റൈറ്റ് നൗ ഐ തിങ്ക് റയൽ മാഡ്രിഡ് ക്യാൻ ഗോ ഫോർവേഡ്. ഇപ്പോൾ റയലിന് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വരുമ്പം നമ്മൾ ബാർസലോണ പറഞ്ഞ പോലെ തന്നെ അറ്റാക്കിൻ്റെ കേസിൽ കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇനി ആവശ്യമില്ല. ഓൾറെഡി എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ കോമ്പിനേഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടാണെങ്കിൽ ബ്രഹീം ഡിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാങ്കോ മൊസന്റാനോ ഉണ്ട്. ഇനിയിപ്പം
സെക്കൻഡറി ഓപ്ഷൻ അല്ലെങ്കിൽ ടേഴ്സറി ഓപ്ഷൻസ് ആയിട്ട് ലോണിൽ തിരിച്ചു വരുന്ന പ്ലേയേഴ്സ് ഉണ്ട്. കാരണം എൻട്രിക്ക് നല്ല ലോൺ സ്പെല്ല് കഴിഞ്ഞിട്ടാണ് വരുന്നത്. നിക്കോപാസ് സീരിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ കഴിഞ്ഞാൽ ബെസ്റ്റ് സീസൺ കളിച്ച ഒരു പ്ലെയേഴ്സിൽ ഒരാളാണ്. അങ്ങനെ ആളും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അറ്റാക്കിംഗ് സൈഡ് റയൽ മാഡ്രിഡ് സേഫാണ്. അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു മേഖല മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡ് കഴിഞ്ഞ 2 വർഷമായിട്ട് ടോണി ക്രൂസിൻ്റെ ഒരു പകരക്കാരനും ടോണി ക്രൂസിൻ്റെ പകരക്കാരനും 2 സീസൺ 4 ട്രാൻസ്ഫർ വിൻഡോ റയൽ മാഡ്രിഡ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പല പേരുകൾ പറയുന്നു. ഫ്രം ഏഞ്ചലോ സ്റ്റില്ലർ, ജർമ്മൻ താരം ഏഞ്ചലോ സ്റ്റില്ലർ മുതൽക്ക് ഇങ്ങോട്ട് ബാലൻഡിയർ വിന്നർ റോഡ്രി വരെ പറയുന്നുണ്ട്. പക്ഷേ ആ പേരുകളൊന്നും റയലിനൊരു സൈനിങ് ഒരു ഒപ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നത് ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട്. അവിടെ കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു വിൻഡോയിൽ റയലിന് വേണ്ടി വരും. അതുപോലെ തന്നെ ഡിഫെൻസീവിൽ 2 ഓപ്ഷൻസ് 2 പ്ലെയേഴ്സ് ഈ സീസണോടുകൂടി ഇറങ്ങി. റൈറ്റ് സൈഡിൽ കാർവാഹാലും പോയി, ഒരു സെൻറ്റർ ബാക്ക് ലെഫ്റ്റ് ബാക്കിലൊക്കെ ഒരു ഓപ്ഷനായി കളിച്ചിരുന്ന ഡേവിഡ് അലാബയും പോയി. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് റയൽ മാഡ്രിഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഏതൊരു പ്രൊഫൈലുള്ള പ്ലെയർ സമ്മൺ ലൈക്ക് ഇപ്പം മുമ്പ് കൊനാട്ടെ ഇപ്പോൾ മെക്കാനൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ പ്ലേയേഴ്സൊക്കെ ഇപ്പം നിലവിൽ റയലിന് അൺഅവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പം ആരെ പോലത്തെ ഏതൊരു പ്രൊഫൈലുള്ള പ്ലെയറിനെ റയൽ എത്തിക്കണം ഈ ഒരു ടീമിൻ്റെ ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി ഉറപ്പ് വരുത്താൻ? റയൽ മാഡ്രിഡിൽ ഐ തിങ്ക് ഡിഫെൻസീവ് സോണിലാണ്. മിഡ്ഫീൽഡ് സോണും ഇസ് കൈൻഡ് ഓഫ് ഐ തിങ്ക് അതിനേക്കാട്ടിലൊക്കെ ഒന്നും കൂടെ ഡിഫെൻസീവ് സോണിൽ റയൽ മാഡ്രിഡിൽ ആൾ വേണമെന്നുള്ളത്. ഇപ്പോൾ ഷാബി അലോൺസോൻ്റെ അണ്ടറിൽ ഡീൻ ഹോയ്സനെ കൊണ്ടുവന്നു. ഡീൻ ഹോയ്സൺ ഐ തിങ്ക് ഇസ് എ വെരി ഗുഡ് പ്ലെയർ. ഇനി ആളുടെ ബോൾ ക്യാരിങ് എബിലിറ്റി ആണെങ്കിലും ഡിഫെൻസീവ് സോണിൽ ഡിഫെൻഡിങ് കപ്പാസിറ്റി ആണെങ്കിലും പല സോണിൽ പല ജോണറിൽ ആൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഡീൻ ഹോയ്സൺ. ഏത് പ്രൊഫൈലുള്ള പ്ലെയർ ഇപ്പം റീസെൻ്റ്ലി ആരായിരുന്നു ടോക്കിൽ വന്നിട്ടുണ്ടായിരുന്ന സെനേസയുടെ പ്രൊഫൈൽ ആക്ച്വലി റയൽ മാഡ്രിഡിന് നല്ല ആപ്റ്റായിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് റയൽ മാഡ്രിഡ് അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറിക്വെൽമി അതുപോലെ തന്നെ പെരസ് എന്നുള്ള ആ ഒരു സംഭവം നടക്കുമ്പോൾ അവർക്ക് പ്രോപ്പർ ഒരു സൈനിങ് നടത്താൻ പോലും അവരെ കൊണ്ട് പറ്റുന്നില്ല. ഒരു ബിഗ് സൈനിങ്ങോ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡിഫെൻഡിങ് സോണിൽ ദേ നീഡ് എ പ്ലെയർ. ഇനിയിപ്പം ഈ മിഡ്ഫീൽഡ് റൂളിലാണെങ്കിലും ഇപ്പോൾ ക്രൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കീ പ്ലെയർ ആയിരുന്നു, കോറായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ. പല പ്ലെയേഴ്സും ഇപ്പോൾ ആ ഒരു നമ്മളൊരു പ്രോപ്പർ ഗോൾഡൻ ജനറേഷൻ ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ. ആ ജനറേഷനത്തെ ഒരുപാട് പ്ലെയേഴ്സ് റയൽ മാഡ്രിഡ് വിട്ടു പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലെയേഴ്സായിരുന്നു ക്രൂസ്, കാർവഹാൾ, ഇങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സ്, മോഡ്രിച്ച്, ഇവരൊക്കെ. അപ്പോൾ വാൽവേർഡെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഇറ്റ്സ് ഫൈൻ. വാൽവേർഡെ അങ്ങനത്തെ കുറേ പ്ലെയേഴ്സ് റയൽ മാഡ്രിഡിനുണ്ട്. പക്ഷേ ഈ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് റോളിൽ ക്രൂസിനെ പകരം വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ജർമ്മനിയിൽ പോലും ഫീൽ ചെയ്തിട്ടുള്ളൊരു ഇതാണ്. ക്രൂസിന് പകരം വെക്കാനൊരു പ്ലെയർ ഇല്ല എന്നുള്ളത്. അപ്പോൾ റയൽ മാഡ്രിഡിലും ക്രൂസിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ വരണം. അതുപോലെ തന്നെ ഡിഫെൻസീവ് ആ ഒരു ഡിഫെൻഡിങ് സോണിലും റയൽ മാഡ്രിഡ് റിയലി നീഡ്സ് എ പ്ലെയർ.